ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത്. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ അടങ്ങിയ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി അറിയിക്കുക കേട്ടോ. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഈ ചാനലും ഇതിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അടിച്ചു വാരാണ് കേട്ടോ. ആകെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരട്ടെ. എന്ത് പണിയെടുക്കുകയാണെങ്കിലും കൂടെ മോളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വാരാണെങ്കിൽ അടിച്ചു വാരന് മുന്നിൽ വന്ന് നിൽക്കുക. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുത്തക്കേടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അടിച്ചു വാരൽ കഴിഞ്ഞതിന് ശേഷം വാഷ് ബേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഈ വാഷ് ബേസിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഡെയിലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് കേട്ടോ. അതന്നെ പെട്ടെന്ന് തന്നെ വൃത്തിയേടാകും. നമ്മളെന്തെങ്കിലും കൈയൊക്കെ കീകി അങ്ങനെ വേസ്റ്റൊക്കെ നിന്ന് അത് പെട്ടെന്ന് തന്നെ വൃത്തിയേടാവും. അപ്പോൾ അത് ഡെയിലി ക്ലീൻ ചെയ്താൽ തന്നെ നമ്മൾ അത് നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ബ്രഷ് നമ്മളെ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ നമുക്ക് മടിയില്ലാതെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ അവിടെ അത് വൃത്തിയുടെ കിടന്ന് എന്തോ തല്ലിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകാനൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും ഉണങ്ങിയ കഷ്ണം കൊണ്ട് വാഷ് ബേസിൻ്റെ അവിടുത്തെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് തുടച്ചെടുക്കുക. അതേപോലെ പൈപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് നിന്നോളും. വെള്ളത്തിൻ്റെ അടയാളമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെ തുടക്കാൻ വേണ്ടി തുടക്കുമ്പോൾ തുടക്കുന്ന വെള്ളത്തിൽ കുറച്ച് എന്തെങ്കിലും സ്മെല്ലിനുള്ള ലിക്വിഡ് ഒഴിച്ചാൽ സ്മെല്ല് നല്ല റൂമൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കും. നല്ല ഫ്രഷ് സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ ഏറെ ചീഞ്ഞൊരു സ്മെല്ല് വരും വെള്ളത്തിൻ്റെ ഒക്കെ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഈ സ്മെല്ലിനുള്ള ലിക്വിഡ് ഒഴിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അതിന് ശേഷം പിന്നെ ടേബിള് ടീപ്പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി തുടച്ചെടുക്കുക. അതിലൊക്കെ ചെറിയ ചെറിയ പൊടികളുണ്ടാവും. മഴ ആയതുകൊണ്ട് വല്ലാതെ പൊടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അടിച്ചു വരുമ്പോഴും ഒക്കെ. അപ്പോൾ അതൊക്കെ നന്നായി തുടച്ച് ഇട്ടാൽ തന്നെ നല്ല തിളങ്ങി നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാൻ. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ തുടച്ചെടുക്കുക. തുടക്കണം കൂടെ തന്നെ ഓളുണ്ട് കേട്ടോ. പിന്നെ ഓളെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, തുടച്ചാൽ അതിൽ തന്നെ മണ്ടി കളിച്ചാണ്. അതിന് ശേഷം പിന്നെ ഇങ്ങനെയുള്ള ചില്ലുകൾ കാര്യങ്ങളും പിന്നെ കട്ടിലിൻ്റെ സൈഡൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൊടികളുണ്ടാവും. അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ബെഡൊക്കെ നന്നായി വിരിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടച്ച് നല്ല വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ വീട് കാണാൻ നല്ലൊരു ഐശ്വര്യമാണല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരുമ്പാണ്ടതിന് അതൊക്കെ തിരുമ്പിയിട്ട് മോളെയും കുളിപ്പിച്ചിട്ടാണ് കേട്ടോ പിന്നെ എല്ലാ പണികൾക്ക് നിന്നത്. അപ്പോൾ ഞാനിന്ന് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8 വെളുത്തുള്ളിയോളം എടുക്കുക. പിന്നെ ഇഞ്ചി ചെറിയ പീസ് എടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഒരു 6 പീസോളം എടുക്കുക കേട്ടോ. പിന്നെ ഉണക്കമുളക് 4 എണ്ണം, കറിവേപ്പില, വലിയ ജീരകം 1 ടീസ്പൂണ്, മല്ലിയിലയും പുതിന ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗർ ഉണ്ടല്ലോ അതും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും, മുളക് പൊടി 2 ടീസ്പൂണും, കുരുമുളക് 1 ടീസ്പൂൺ 1/2 ടീസ്പൂണും കേട്ടോ. ഗരം മസാല 1/4 ടീസ്പൂണും, പിന്നെ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. ഇനി അരക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട വേണമെങ്കിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അത് പിന്നെ ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് നന്നായി പൊതിഞ്ഞ് നിൽക്കണം കേട്ടോ. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാൻ. അപ്പോൾ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഞാൻ മുരിങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി 2-3 പൊണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. എരിവിന് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അത് തിളച്ച് വരുമ്പോൾ മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്തിട്ടും ഒരു 2-3 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. ഞാനത് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ പൊരിച്ചെടുക്കുക.
അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലുള്ളൂ കേട്ടോ ഞാൻ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചിക്കൻ പൊരിക്കാത്തവർ ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുട്ട ഉണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയും ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയിലയും പുതിനയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനൊരു ഭാഗം റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് അവിടെയും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ സിമ്പിൾ ലഞ്ചും റെസിപ്പിയും ഒക്കെ കണ്ടില്ലേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇനി ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ഞാൻ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാതും പോയി കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.